PM ശ്രീ ഇടനില വിവാദത്തിൽ ജോൺ ബ്രിട്ടാസിനെ പിന്തുണച്ച് CPM. പാലങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് MP ഗോവിന്ദൻ ചോദിച്ചു. വിഷയത്തിൽ CPM നേതൃത്വം മറുപടി പറയണമെന്ന D രാജയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഗോവിന്ദന്റെ പ്രതികരണം. ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിൽ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. PM ശ്രീയിൽ ജോൺ ബ്രിട്ടാസ് MP മധ്യസ്ഥനായെന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടിയിൽ പ്രതിരോധം തീർക്കുകയാണ് CPM നേതൃത്വം. ഇനിയും എത്രയെത്ര പാലങ്ങൾ വേണോ അത്രയും പാലങ്ങൾ ഉണ്ടാക്കുമെന്ന് MV ഗോവിന്ദൻ. 3 പാലം ഉണ്ട്. അല്ല, ഈ പാലം ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെ തകരാറെന്ന് ഇനിയും ഞങ്ങൾ എത്ര പാലം അത്രയും പാലം ഉണ്ടാക്കും. പോരെ, അദ്ദേഹം ചെയ്യുന്നതായ കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമായ കാര്യങ്ങളാണ്. അപ്പൊ ആ നിലയിൽ ഇടപെടാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്തം ജോൺ ബ്രിട്ടാസിനുണ്ട്. അതാണ് അദ്ദേഹം നിറവേറ്റുന്നത്. PM ശ്രീയിൽ MPമാർക്ക് എന്ത് റോളെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. It is for the CPM leadership to clarify what is the role played by CPM's MPs and others. വിവാദം കനത്തതോടെ വീണ്ടും വിശദീകരണവുമായി ജോൺ ബ്രിട്ടാസ്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് MP എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. അതിന് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പാലമാണെന്ന് പറയുന്നത് എനിക്ക് അതൊരു ക്രെഡിറ്റായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. രാജസ്ഥാനിൽ PM ശ്രീക്ക് മധ്യസ്ഥനായത് KC വേണുഗോപാൽ എന്ന ബ്രിട്ടാസിന്റെ ആരോപണം KC വേണുഗോപാൽ തള്ളി. ആ കാര്യത്തിനൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ല. അത് ഇപ്പം അദ്ദേഹത്തിനൊരു ആരോപണം വന്നപ്പോഴല്ലേ അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ മറുപടിയൊക്കെ അദ്ദേഹത്തിന് അറിയാം നന്നായിട്ട്. ഞാൻ അത്രയേ പറയാൻ ഉദ്ദേശിച്ചു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിൽ അവകാശലംഘന നോട്ടീസ് നൽകുമോ എന്നതിന് ജോൺ ബ്രിട്ടാസ് MP മറുപടി നൽകിയില്ല. മീഡിയ 1 ഡൽഹി.